പാമ്പുംപടം പാമ്പടാണോ പൊക്കി നോക്കി ഗൈസ് പാമ്പുംപടം. അയ്യോ ഹലോ ഗൈസ്, ഹാപ്പി ബോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ച് മീൻ പിടിക്കാൻ പോവാണ് അല്ലേ? എന്നാ പറയാനുള്ളത്? ഇന്ന് മീൻ കിട്ടുമെന്നും പ്രതീക്ഷയാണ് ഞങ്ങൾ ഇറങ്ങിയേക്കണേ. കിട്ടും. അതെ, അതെ. ഇന്ന് ഞങ്ങളൊരു അപ്രതീക്ഷിതമായിട്ടാണ് ഗൈസ് മീൻ ചൂണ്ടിടാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലാം പെട്ടെന്ന് വീട്ടിൽ ഇരിക്കുമായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ടൂറാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അടിപൊളി ട്രിപ്പായിരിക്കും എന്ന്, വ്ളോഗൊക്കെ എടുക്കും. അപ്പോൾ വൈകിട്ട് നമ്മൾ പോകും. അന്നേരം അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ലീവായിരുന്നു, ബുധനാഴ്ച അല്ലേ? അപ്പോൾ ലീവ് ആയതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ ഇരുന്നിട്ട് ഇരിപ്പ് ഉറക്കില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും ചൂണ്ടിടാൻ പോകുമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നാൽ അന്നേരമാണ് കറക്റ്റ് ഡേ. ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. അതെ, കണ്ടെല്ലാം പൂട്ടിയിട്ടേക്കുക. ഇപ്പോൾ കാനയ്ക്കകത്തും തോട്ടിലൊക്കെ ഇഷ്ടം പോലെ എന്ത് കാണും? മീൻ. അതെ, മീൻ കാണും. ഓർമ്മത്തിലായിട്ട് നമ്മളത് കയറുള്ളൂ. അതെ, അപ്പോൾ പരുന്തൊക്കെ പറക്കുന്നുണ്ട് ഗൈസ് മീൻ പിടിക്കാനായിട്ട്. അപ്പം നമ്മൾ നേരെ മീൻ പിടിക്കാൻ പോവാം. അതിനുമുമ്പ് നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നേരെ പോവാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഈ കണ്ടം മാത്രം പൂട്ടിയില്ല, ബാക്കി എല്ലാ കണ്ടവും പൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തെ കണ്ടവും അതും പൂട്ടി. അപ്പോൾ നമ്മളെത്തുന്നു. ഇഷ്ടംപോലെ പരുന്തൊക്കെ ഉണ്ട് മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ ചേട്ടന്മാരൊക്കെ അവിടെ മീൻ പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നോക്കുമ്പോൾ ഇനി നമ്മൾ വൈകിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതെ, ആൾക്കാരൊക്കെ അറിഞ്ഞു തന്നെ ഉള്ളൂ കണ്ടം പൂട്ടിന്ന്. അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഇറങ്ങി പോരും. നമുക്ക് മിച്ചം മീനൊന്നും കാണില്ല. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കുറച്ച് തമിഴിലൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ടൂറ് പോണതിന് മുമ്പ് എനിക്ക് ചുമയും പിടിച്ചു ഗൈസ്. എന്ത് ചെയ്യാനുണ്ടോ അല്ലേ? അതെ, തവളയൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അതെ, തവളയൊക്കെ ഉണ്ട്. എന്ന് പറ, മീൻ കിട്ടുമോ? അത് നമ്മുടെ കയ്യിൽ ഇരയില്ലാത്തപ്പം ഒരു തവളയുമില്ല. പാമ്പുംപടം. പാമ്പടാണോ പൊക്കി നോക്കി ഗൈസ്? പാമ്പുംപടം. അയ്യോ തവളയായിരുന്നു ഗൈസ്. എന്റെ കൂടെ പേടിപ്പിക്കാനായിട്ട് ഗൈസ്. പാമ്പിനെ കണ്ടിട്ട് അവൻ പേടിച്ചു. നമ്മൾ ശത്രുവാൻ പറയാം, നമ്മൾ പേടിക്കില്ല. കണ്ടായിരുന്നു ആരാദ്യം തെറിച്ചു പോയത്. അതെ, അപ്പൊ നമ്മൾ വന്ന കാര്യം നോക്കാം അല്ലേ? അതെ, അതെ. പാമ്പിനെയൊക്കെ വഴിക്ക് വിട്ടു. ഞാൻ പാമ്പുംപടം പിടിച്ച് പൊക്കിയപ്പോൾ അവിടെ ഒരു തവള ചാടി. ഞാൻ നോക്കിയപ്പോൾ ഇവൻ ചാടി ഇറങ്ങി പുറകോട്ട് പോകണം. നമ്മൾ പേടിച്ചൊന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ നമുക്ക് നേരെ ചൂണ്ടയ്ക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം അല്ലേ? അത്രേ ഉള്ളൂ ഗൈസ്. അവൻ അവിടെ ചൂണ്ടിരുന്നു, ഞാൻ ഇവിടെ ചൂണ്ടിടാൻ പോകുന്നു. നോക്കട്ടെ, ആ പാമ്പ് ഇവിടെ എങ്ങനെ കയറിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മളെല്ലാം തട്ടിയിട്ട് വേണം കയറാൻ. ഇതാണ് എൻ്റെ ഒരു ഇത്. ഗൈസ് ഉണ്ടോ എന്തോ? ഗൈസ്, നമുക്ക് അവിടെ ഇട്ടിട്ട് കിട്ടിയില്ല. നമ്മൾ അപ്പുറം കാനയിലേക്ക് നോക്കാം. കാനയില കൂടുതലും കാണാൻ ചാൻസ്. നമുക്ക് കാനയിലേക്ക് ഇട്ട് നോക്കാം ഗൈസ്. ഇതേ ഞാനിവിടെ ചൂണ്ടിരുന്നു. ആദ്യത്തെ അവിടെ ഇരുന്നു. എന്തെങ്കിലും പറ എന്നാ പറയാ? മൈക്കല്ല ഇരിക്കണ പറ. മീനിൻ്റെ അനക്കം പോലും ഇല്ല. അതെ, അവിടെ ഇട്ടിരുത് കാണുന്നുണ്ട്. അവിടെ നിന്നിട്ടോ മൊത്തം കാട് കയറി, വെള്ളവും കയറി, കണ്ടത്തിൽ നിന്നുള്ള വെള്ളമൊക്കെ കയറി. നല്ല ആഴമുണ്ട്. ചൂണ്ടമുങ്ങാളുണ്ട്. കിട്ടുമായിരിക്കും. അതെ, മീനുണ്ട്, പക്ഷേ ഒരു അനക്കമില്ല. മീനൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഗൈസ്. ചൂണ്ടയിൽ കൊത്തുന്നില്ല. നമ്മളെന്നാലും സൈലൻ്റായിട്ട് നിൽക്കുകയാണ്. മീൻ കിട്ടും, വെയിറ്റ് ചെയ്യാം. ഇന്നും കിട്ടില്ലേ മൂഞ്ചി ഗൈസ്. മീൻ കിട്ടുന്നില്ല. എന്നാ മീനിൻ്റെ അനക്കമൊന്നുമില്ല. എല്ലാം കയറി എവിടേക്കോ ആയിട്ടിരിക്കുക. ഒരു കൊത്തു പോലും ഇല്ല. മാറിപ്പോയാലോ ഗൈസ്? ഇവിടെ മീൻ കിട്ടില്ല. ഞങ്ങൾ കാന മാറ്റുകയാണ്. അതെ, അപ്പർ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഗൈസ്. ഈയിടെയായിട്ട് നമ്മൾ ചൂണ്ടിടാൻ വന്നിട്ട് നമുക്ക് മീനൊന്നും കിട്ടുന്നില്ല. എന്താണെന്നറിയില്ല അല്ലേ? അതെ, അഭിമാന പ്രശ്നം. അഭിമാന പ്രശ്നം. അതെ, അഭിമാന പ്രശ്നമാണ് ഗൈസ്. വീഡിയോ എടുക്കാത്തപ്പോൾ ഇഷ്ടംപോലെ മീൻ കിട്ടും അല്ലേ? അതെ. അപ്പോൾ നമുക്കൊന്ന് കാന മാറ്റി നോക്കാം ഗൈസ്. അപ്പോൾ വാ, അടുത്ത കണ്ടത്തിലേക്ക് പോവാം, കാനയിലേക്ക് പോവാം. ഫ്രണ്ട് അഡ്വഞ്ചർ. അതടുത്ത് നമ്മൾ കണ്ടത്തിൻ്റെ നടുക്കോടെ പോണേ. വീണു നല്ല ചൂട് വെള്ളത്തിന്. അതെ, ഫോണുണ്ട്, മൈക്ക്. വീണാ തീർന്നു ഗൈസ്. അയ്യോ, കയ്യിൽ ഫോണുണ്ട്, മൈക്കുണ്ട് അല്ലേ? അതെ, വെള്ളത്തിൽ പോയാൽ തീർന്നു. നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുന്നു അല്ലേ? അതെ, എന്തൊക്കെയോ കാലെ കുത്തി കയറുന്നു.
ഗൈസ് ഫൈനലി നമ്മൾ അപ്പുറം നിന്ന് ഇപ്പുറം എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നോട്ട് പോകണം. ലെഫ്റ്റിൽ നിന്ന് അല്ല നേരെ പോകണം. ഇതെവിടെ കാണുകയുള്ള ഇവിടെ ഇനിയും കിട്ടിയാൽ മതിയായിരുന്നു അല്ലടാ. അതെ. അയ്യോ മീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. നമ്മളിട്ടാൽ മാത്രം പിടിക്കുന്നില്ല. അതേസമയം വീഡിയോ എടുക്കാത്തപ്പം ഇഷ്ടം പോലെ മീൻ. അതെ. ഓ ഇവിടെ മാത്രം വിഷയമായിട്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. പക്ഷെ കാനയ്ക്ക് ഒട്ടും മണ്ണമില്ല. ഇതെന്നാ വെള്ളമൊന്നും കയറി കിടക്കാത്ത. ഇവിടെ വെള്ളം കുറവാണ് ഗൈസ്. ഇത് വെക്കാം ഗൈസ്. നമുക്ക് പണ്ടത്തെ പോലെ ചൂണ്ടയിടാനുള്ള ക്ഷമയില്ല അല്ല. അതെ. ഇങ്ങോട്ടേക്ക് പറ അല്ലേ. ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ മീൻ കിട്ടണം എന്നുള്ളൊരിതാണ്. അതെ, ഒരു ടെൻഡൻസിയാണ് ഗൈസ് പെട്ടെന്ന് മീൻ കിട്ടാനുള്ളത്. എന്താണെന്നറിയത്തില്ല അല്ലേ. അതെ. നമ്മൾ എന്നാലും വെയിറ്റ് ചെയ്യണം. നമ്മൾ അടുത്ത സ്ഥലം മാറിയില്ലോ. ഇവിടെ ഇടും നമ്മൾ. കണ്ടോ ഇവിടെ നല്ല അടിപൊളി വ്യൂ. അപ്പോൾ നമ്മളിവിടെ ഇവിടെ ഇട്ടേക്കണം. കണ്ടോ ഇവിടെ കിട്ടും, ചാൻസ് ഉണ്ട്. കണ്ടോ ഇന്നത്തോടൊക്കെ അവിടെ വെള്ളവും പോട്ടെ വെള്ളം കയറി കിടക്കാം. മീൻ കാണും. അവിടെ എന്നാ പോയി ഇത് തവളയല്ലേ. മീനങ്ങണ്ട പറന്നങ്ങ് പോയി. ഇട്ട് നോക്ക് ഗൈസ്. അതിനകത്തൊരു മീൻ പിന്നെ പറന്നങ്ങ് പോകണുണ്ടല്ലോ തീക്കടെ. കണ്ടം പൂട്ടിയിട്ടേക്കുമല്ലോ അതാ മീൻ. നമ്മൾ വീണ്ടും സ്ഥലം മാറുവാണ്. കാരണം ഇവിടെയും മീൻ ഇല്ല. അതെ. കാനയ്ക്കൊട്ടും വലിപ്പവും ഇല്ല, വെള്ളവും ഇല്ല, കുറവാണ്. പക്ഷെ അവിടെയൊക്കെ നല്ല വെള്ളമുണ്ട്. നമ്മൾ അതിനകത്ത് പോയിട്ട് നമ്മളൊരു ദിവസം. അപ്പം നമുക്കിതേ അടുത്ത് ഇവിടെ തോട്ടി പോയിട്ട് വെക്കാം. കാനം മാറ്റി പിടിക്കുക. ഇന്ന് നമ്മൾ കാനയല്ലായിരുന്നു, ഇന്നൊരു വെറൈറ്റി ആയിട്ട് മാറ്റി പിടിക്കാം അല്ലേ. തോട്. അതെ, തോട്ടിൽ പോയിടാം. ഒരെണ്ണം കിട്ടിയാൽ പോരെ. പരളെങ്കിൽ പരള ഒരെണ്ണം കിട്ടിയാൽ പോരെ. ഒരു മീനെങ്കിലും നമ്മളിന്ന് പിടിക്കും. അതെ. പക്ഷെ ഇല്ലെങ്കിലും മൂഞ്ചിടാ. ഇല്ലേ കിട്ടൂല. അതിൻ്റെ മൂഞ്ചി. അതെ. തവളെ ഡോണ്ട് പറയൂ. ഇതിനകത്ത് ഇടാനടാ നമുക്ക് പറയാം. ഗൈസ് ഇവനെ ഗൈസ് അവിടെ ഒരു തോടുണ്ട്, അതിനകത്ത് വിടാന്ന് ഇവരെ കൊണ്ടുപോകണേ. എങ്ങോട്ടാണോ എന്തോ. കണ്ടോ തവളയാണ് ഗൈസ്, തവള. അയ്യോ നമ്മൾ ക്രോസ് ചെയ്യണം. നമുക്കല്ല ആ വഴിയാ പോണ്ടേ. ഏത് തോട്ടി ഇടാനാടാ? എടാ അതെ, ആ വളവില്ല അവിടെ. അവിടെ വരള് കിട്ടും, ആ കുഴി പോലത്തെ. ഗൈസ് ഒരു മീൻ കിട്ടി ഗൈസ്. അത് മരത്തെ തൂങ്ങി കിടക്കുക. ഷോട്ടാ നീ ഇടണ മാത്രമാണല്ലോ കണ്ടുള്ളൂ. അതെ, എന്നാ ചെയ്യാനാ. നമുക്ക് കാണിച്ചടാ. മേടിച്ചും പോയി. മീനെ കാണിച്ച് ഗൈസ്. ഒരു പരൽ. ഓക്കെ, പരളെന്നൊന്നും പറയാം. ഒന്നും കൂടെ ഗൈസ്. അങ്ങനെ നമുക്ക് ഒരു മീനെങ്കിലും കിട്ടി ഗൈസ്. പക്ഷെ ചെറുതാ, നമ്മളതിനെ തിരിച്ചു വിടും. ചെറുതല്ലേ, ഒരെണ്ണം കിട്ടിയിട്ട് എന്നെ കാണിക്കാനാ. അടുത്ത പിടിച്ചു നോക്കാം. വലിയ കിട്ടുമെന്ന് നമ്മൾ കിട്ടിയ ഒരെണ്ണത്തിന് വിടുവാണ്. കാണിച്ചു കൊടുക്കുക. ഒരെണ്ണമായിട്ട് നമ്മൾ പിടിച്ചോണ്ടിരിക്കുന്നത് എന്തിനാണ്? അതെ, അത് ഗൈസ്. നമ്മൾ ഒരെണ്ണത്തിനെ കൊണ്ടിട്ട് എന്ത് കാണിക്കണം, നമുക്ക് മറ്റേ വിടാം കേട്ടോ. ഓ, അതിട്ടപ്പോൾ തന്നെ ചത്താളാ. ബോയ്സും പോട്ടെ ഗൈസ്. പോയിട്ടുണ്ട്. ആ ചാവുള്ളൂ. ആ മീൻ പോയിട്ടുണ്ട്. ചാവുമോ? അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ട് ഗൈസ്. നമ്മൾ വിട്ടിട്ടുണ്ട്. രക്ഷപ്പെടുമെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ട്രിപ്പ് പോകണം അല്ലേ. അതുകൊണ്ട് ഗൈസ് വീട്ടിലേക്ക് പോകണം. ഗൈസ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. പക്ഷെ വന്ന വഴിക്കോടെ അല്ല പോണേ, ഈ വഴിക്ക് പോകാം. ബാ ചുമ്മാ ചെളിക്കാത്തോടാണ് എന്തിനാ ഗൈസ്. ദേ നമുക്ക് അടുത്ത മീനെ കിട്ടി. മറ്റേനെ വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും. അതെ, പക്ഷെ നമ്മൾ ഇതിനെയും വിടുമല്ലേ. ഷോട്ടാ മീനല്ല. അപ്പം അതിനെയും വിട്ടു. കൊന്നോ? കൊല്ലാണ്ട് ഊരി എടുക്കാനാണ് ശ്രമം. ചാവില്ല ഗൈസ്. അതും പോയിട്ടുണ്ട്. അപ്പോൾ വാ, ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചൂണ്ടയിടാൻ പോയിട്ട് ആകെ 2 പരലല്ലേ കിട്ടുള്ളൂ അല്ലേ. 2 പരൽ. അതെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. നമ്മളൊരു ബടാവാല മീൻ കിട്ടുമെന്നൊക്കെ ഓർത്തുകൊണ്ട് ഇറങ്ങി. അതെ, പക്ഷെ നമുക്ക് ഷോട്ടാ കിട്ടി. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നമ്മൾ അടിപൊളി മീനുകളെ പിടിക്കാൻ പോകും. ഒരു ശനിയാഴ്ച ആവട്ടെ. അതെ, ശനിയാഴ്ച ആവട്ടെ. ഞാനൊരു ട്രിപ്പിന് പോവാം. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞ് നിന്നിട്ട് നമുക്ക് മീൻ പിടിക്കാൻ പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ ഗൈസ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞങ്ങളുടെ 2 ഇൻസ്റ്റൈഡ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യുക.
അതെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഹാപ്പി ബോക്സ്. ദിസ് ഈസ് ആസ്തി സൈനിങ് ഓഫ്.